എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് നാടൻ സ്റ്റൈലുള്ള വെജിറ്റേറിയൻ ഊണിൻ്റെ കുറച്ച് റെസിപ്പികളുമായിട്ടാണ്. വളരെ ഹെൽത്തി ആയിട്ടുള്ള രുചികരമായിട്ടുള്ള കുറച്ച് കറികളാണ് നമ്മൾ ഇന്നിതിൽ കാണിക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ നമുക്കൊരു വാഴപ്പിണ്ടി വെച്ചിട്ടുള്ള ഒഴിച്ചുകറിയാണ് ഉണ്ടാക്കുന്നത്. വാഴപ്പിണ്ടി വെച്ചിട്ട് സാധാരണ നമ്മൾ തോരനും മെഴുക്കുവരട്ടിയൊക്കെയാണ് ഉണ്ടാക്കുന്നത്. വാഴപ്പിണ്ടി ആദ്യം തന്നെ വട്ടത്തിൽ അരിഞ്ഞതിൻ്റെ നാരൊക്കെ കളഞ്ഞിട്ട് കുറച്ച് വെള്ളത്തിലിട്ട് വെക്കുക. അതിനുശേഷം ഇതുപോലെ പൊടിയായിട്ടൊന്ന് അരിഞ്ഞെടുക്കുക. ഇനി ഒരു പ്രഷർ കുക്കറിലേക്ക് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന തൊലി കളഞ്ഞ ചെറുപയറാണ് അരക്കപ്പ് എടുത്തിട്ടുണ്ട്. ഇത് കഴുകിയതിന് ശേഷം ഒരു 10 മിനിറ്റ് ഒന്ന് കുതിർത്ത് വെച്ചിട്ടുള്ളതാണ്. ചെറുപയറിന് പകരം നിങ്ങൾക്ക് തുവരപ്പരിപ്പും എടുക്കാവുന്നതാണ്. ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന വാഴപ്പിണ്ടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ കുറച്ച് സാധനങ്ങളൊക്കെ ചേർത്തിട്ട് ഇതൊന്ന് വേവിച്ചെടുക്കണം. അതിനായിട്ട് ഒരു 3-4 ചെറിയ ഉള്ളി, 4 പച്ചമുളക്, അതുപോലെ തന്നെ ഒരു ചെറിയൊരു തക്കാളി അരിഞ്ഞത്, കുറച്ച് കറിവേപ്പില, ഇത്രയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ കുറച്ച് മഞ്ഞൾപ്പൊടി, ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ എരിവിനും കുറച്ചൊരു കളറിനും വേണ്ടിയിട്ടുള്ള മുളക് പൊടി, കാശ്മീരി മുളക് പൊടിയാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. 1/2 ടീസ്പൂൺ വരെ നിങ്ങൾക്ക് ചേർക്കാം. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്തിട്ട് ഒരു കപ്പ് മുതൽ 1.5 കപ്പ് വരെ വെള്ളം ഒഴിച്ചിട്ട് നമുക്കിത് ഒന്ന് വേവിച്ചെടുക്കണം. ചെറുപയർ വേവാനായിട്ട് വളരെ കുറച്ച് സമയം മതി, അതായത് തൊലി കളഞ്ഞ ചെറുപയർ. അപ്പോൾ നമ്മൾ ഒരു വിസിലാണ് ഇതിൽ അടിച്ചെടുക്കുന്നത്. തുവരപ്പരിപ്പാണെന്നുണ്ടെങ്കിൽ 1-2 വിസിൽ വേണ്ടി വരും. കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചു കൊടുത്തതിന് ശേഷം മീഡിയം ഫ്ലെയിമിലിട്ട് നമുക്കിത് ഒരു വിസിലൊന്ന് അടുപ്പിച്ചെടുക്കാം. അതേസമയം നമുക്ക് കുറച്ച് തേങ്ങ, വരും 1/4 മുറി തേങ്ങയാണ്. ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ചെറിയ ജീരകവും 2 അല്ലി വെളുത്തുള്ളിയും കൂടി അരിഞ്ഞിട്ട് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചിട്ട് നല്ല പേസ്റ്റ് പോലെ ഒന്ന് അരച്ചെടുക്കണം. തേങ്ങ ചേർക്കുന്നത് നിങ്ങളുടെ ഇഷ്ടമാണ്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മാത്രം തേങ്ങ ചേർക്കാം, അല്ലാന്നുണ്ടെങ്കിൽ സാധാരണ നമ്മൾ സാമ്പാറൊക്കെ കടുവറുക്കുന്ന പോലെ കടുവറുത്തെടുത്താൽ മതി. അപ്പോൾ പ്രഷറൊക്കെ പോയിട്ട് നമ്മുടെ ചെറുപയർ പരിപ്പും വാഴപ്പിണ്ടിയൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. അപ്പം നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് അരച്ച് വെച്ചിരിക്കുന്ന തേങ്ങ ചേർക്കാം. തീ നമ്മളിപ്പോൾ ഓൺ ആക്കിയിട്ടുണ്ട്. ഇനി ഈ തേങ്ങയുടെ പച്ചമണം ഒന്ന് മാറുന്ന വരെ നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം. ആ മിക്സിയുടെ ജാറ് കഴുകി കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചിട്ട് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചുള്ള കൺസിസ്റ്റൻസിയിൽ കറി എടുക്കാം. ഇരിക്കുന്നൂർ ഈ കറി കുറച്ച് കുറുകും, അപ്പോൾ അതനുസരിച്ചിട്ട് വെള്ളം ചേർക്കാം. അപ്പോൾ അതൊന്ന് തിളച്ച് പച്ചമണമൊക്കെ മാറി വന്നപ്പോൾ നമുക്കിതിലേക്ക് കുറച്ച് കടുക് താളിച്ചൊഴിക്കാം. വെളിച്ചെണ്ണ ആണ് എടുത്തിരിക്കുന്നത്. ഇതിലേക്ക് കടുക് പൊട്ടി വന്നാൽ കുറച്ച് ചെറിയ ഉള്ളി, വറ്റൽമുളക്, കറിവേപ്പില, ഇതെല്ലാം കൂടി മൂപ്പിച്ചതിന് ശേഷം നമുക്ക് ഈ കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. കടുക് താളിച്ചിട്ടുണ്ട്. ഉപ്പൊക്കെ നോക്കിയിട്ട് അഡ്ജസ്റ്റ് ചെയ്യുക. ഇനി നമ്മളൊരു ബീട്രൂട്ട് തോരനാണ് എടുക്കുന്നത്. ഒരു മീഡിയം സൈസിലുള്ള ബീട്രൂട്ട് കൊത്തിപ്പൊടിച്ച് അരിഞ്ഞതും, ഒരു സവാള, 2-3 പച്ചമുളക് വട്ടത്തിലരിഞ്ഞത്. പച്ചമുളക് നിങ്ങളുടെ എരിവിനനുസരിച്ച് ചേർക്കാം. ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി നമ്മൾ ചേർക്കുന്നുണ്ട്. 1/4 ടീസ്പൂണേക്കാളും കുറച്ചുകൂടി കൂടുതൽ ഈ ബീട്രൂട്ട് തോരനിൽ ചേർക്കണം. കുറച്ച് ഉപ്പിട്ട് കൊടുക്കുക. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് കൈ വെച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കും. അതിന് മുന്നായിട്ട് കുറച്ച് തേങ്ങ കൂടി ഇട്ട് കൊടുക്കാം. തേങ്ങ നിങ്ങളുടെ ഇഷ്ടത്തിന് കൂട്ടോ കുറയ്ക്കുകയോ ചെയ്യാവുന്നതാണ്. നമ്മളിതിന് മുൻപ് ബീട്രൂട്ട് തോരൻ റെസിപ്പി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഒരുപാട് പേര് ട്രൈ ചെയ്ത് നോക്കിയിട്ടുള്ളതാണ് ഈ രീതിയിൽ ചെയ്യുമ്പോൾ പ്രത്യേക ഒരു ടേസ്റ്റാണ് ബീട്രൂട്ട് തോരന്. ഇങ്ങനെ നിങ്ങൾ ഇതുവരെ ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കണം. നന്നായിട്ട് മിക്സ് ചെയ്യുക കൈ വെച്ചിട്ട്. ആ തേങ്ങയും എല്ലാം നന്നായിട്ട് മിക്സ് ആക്കുക. ഇനി കുറച്ച് വെളിച്ചെണ്ണ ചൂടായി വന്നു കഴിഞ്ഞാൽ ഇതിലേക്ക് കുറച്ച് കടുകും, അതുപോലെ തന്നെ ചെറിയ ഉള്ളി, വറ്റൽമുളക്, കറിവേപ്പില ഇട്ട് നന്നായി മൂത്ത് വന്നു കഴിഞ്ഞാൽ നമ്മൾ ഈ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന ബീട്രൂട്ട് അതിലേക്ക് ചേർക്കാം. നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് അരപ്പ് ചതച്ചിട്ട് തോരൻ വയ്ക്കുന്നതിനെക്കാട്ടിലും ബീട്രൂട്ടും അതുപോലെ തന്നെ ക്യാബേജും ഇങ്ങനെ തന്നെ ചെയ്യുമ്പോഴാണ് ഒന്നുകൂടെ നല്ല ടേസ്റ്റ് കിട്ടുന്നത്. അപ്പോൾ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന ബീട്രൂട്ടും കൂടി ഇതിലിട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുക. ഇത് വേവിക്കുന്ന സമയത്ത് നമ്മളിതിലേക്ക് വെള്ളമൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. നോൺ സ്റ്റിക്ക് പാത്രമാണെന്നുണ്ടെങ്കിൽ ഒട്ടും തന്നെ വെള്ളം വേണ്ട. ഇനി അടിയിൽ പിടിക്കുന്ന സ്റ്റീൽ പാത്രമൊക്കെ ആണെന്നുണ്ടെങ്കിൽ കുറച്ച് വെള്ളമൊന്ന് തളിച്ചു കൊടുക്കാം. അപ്പോൾ നന്നായിട്ട് മിക്സ് ആക്കിയതിന് ശേഷം മീഡിയം ഫ്ലെയിമിലിട്ട് ഇത് അടച്ചു വെച്ച് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. നമ്മൾ തുറന്നിട്ടുണ്ട്. നന്നായിട്ട് ബീട്രൂട്ടൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിന് തീ ഒന്ന് കൂട്ടി വെച്ചതിന് ശേഷം നന്നായിട്ട് ചിക്കി തൂത്തി എടുക്കാം. ബീട്രൂട്ട് തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മളൊരു മെഴുക്കുവരട്ടിയാണ് ഉണ്ടാക്കുന്നത്. അതിന് വേണ്ടിയിട്ട് 2 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് ചൂടായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ 3-4 അല്ലി വെളുത്തുള്ളി ഒന്ന് ചതച്ചതാണ്. വെളുത്തുള്ളി മാത്രം ചതച്ചിട്ട് മെഴുക്കുവരട്ടി വെക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്. അതുപോലെ തന്നെ കുറച്ച് കറിവേപ്പില മെഴുക്കുവരട്ടിയിൽ ചേർക്കണം എന്നില്ല, പക്ഷെ ഞാൻ ചേർത്തന്നേ ഉള്ളൂ. ഈ വെളുത്തുള്ളിയും കറിവേപ്പിലയും ഒന്ന് മൂത്ത് വന്നു കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ചേർക്കുന്നത്. ഇനി നമ്മൾ എരിവിന് ആവശ്യമായിട്ടുള്ള മുളക് പൊടി ചേർക്കാം. അതും കാശ്മീരി മുളക് പൊടിയാണ് എടുത്തിരിക്കുന്നത്. 1 ടീസ്പൂൺ വരെ നിങ്ങളുടെ എരിവിനനുസരിച്ച് ചേർക്കാവുന്നതാണ്. മുളക് പൊടിയും കൂടെ ചേർത്ത് കഴിഞ്ഞാൽ മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയുടെ പച്ചമണം മാറുന്നവരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം.
നമ്മളിന്ന് മെഴുക്കുവരട്ടി ഉണ്ടാക്കുന്നത് കിഴങ്ങും അതുപോലെ തന്നെ കോവയ്ക്കയും വെച്ചിട്ടാണ്. അപ്പോൾ ഏതെങ്കിലും ഒന്ന് എടുത്താലും മതി. ഞാൻ ഇത് രണ്ടും കൂടെ കമ്പൈൻ ചെയ്തെടുത്തതേ ഉള്ളൂ. ഇതിലേക്ക് ഒരു സവാള അതുപോലെ തന്നെ 2 പച്ചമുളകും കൂടി കീറി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം. കോവയ്ക്കയ്ക്ക് പകരം നിങ്ങൾക്ക് പയറും ഒക്കെ എടുക്കാവുന്നതാണ്. ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം. മെഴുക്ക് പുരട്ടി കോവയ്ക്ക ഒക്കെ ചെയ്യുമ്പോൾ നമ്മൾ അടച്ചു വെച്ച് കുക്ക് ചെയ്താലേ അത് നന്നായിട്ട് കുക്കായി വരത്തുള്ളൂ. അതുപോലെ കിഴങ്ങും വേവാനായിട്ട് കുറച്ച് സമയം എടുക്കും. അപ്പോൾ ഇതെല്ലാം കൂടി നന്നായിട്ട് മിക്സാക്കിയതിന് ശേഷം മീഡിയം ഫ്ലെയിമിൽ നമ്മളൊന്ന് അടച്ചു വെച്ചൊരു 10-15 മിനിറ്റ് കഴിയുമ്പോൾ നമുക്കൊന്ന് തുറന്ന് നോക്കാം. തീ കൂടരുത്. തീ കൂടിയാൽ അടിയിൽ പിടിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഒരു 10-15 മിനിറ്റൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ മെഴുക്ക് പുരട്ടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. കിഴങ്ങൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതൊന്നുകൂടെ ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് തുറന്ന് വെച്ചിട്ട് തീ കൂട്ടിയിട്ട് ഒന്നുകൂടി ഒന്ന് വഴറ്റിയെടുക്കാം. വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു മെഴുക്ക് പുരട്ടിയാണ്. നിങ്ങൾക്ക് എരിവൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിന് കൂട്ടോ കുറയ്ക്കുകയോ ചെയ്യാം. അപ്പോൾ ഇത് ഞാൻ കുറച്ച് എരിവിലാണ് ചെയ്തിരിക്കുന്നത്. അപ്പോഴാണ് ഒരു പ്രത്യേക ഒരു ടേസ്റ്റ്. അപ്പോൾ നമ്മുടെ 3 കൂട്ടം കറിയും റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ കൂടെ ഒരു നാരങ്ങ അച്ചാറും കൂടിയിട്ടാണ് നമ്മൾ സെർവ് ചെയ്തിരിക്കുന്നത്. പപ്പടം വേണമെന്നുണ്ടെങ്കിൽ പപ്പടവും എടുക്കാം. അപ്പോൾ വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു വെജിറ്റേറിയൻ ലഞ്ച് മെനു ആണ് നമ്മൾ ഇന്ന് കണ്ടത്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ റെസിപ്പികളൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക. അതുപോലെ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്